സുവിശേഷവീഥി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ ഈ പ്രഭാതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അനുഗ്രഹീതമായ നിമിഷത്തെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് ദൈവകരങ്ങളിൽ ശ്രോതാക്കളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹനീയമായ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത വിശുദ്ധ വേദഭാഗം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം. പ്രത്യേകാൽ ഈ വേദഭാഗം ഏലിയാ പ്രവാചകനെക്കുറിച്ച് പറയുന്നതാണ്. ഏലിയാ പ്രവാചകൻ്റെ ജീവിതത്തിലെ വലിയ ചില സന്ദർഭങ്ങൾ, ജീവിതകാലത്ത് യഹോവ ഏലിയാവിനെ വഴിനടത്തിയ സംഭവങ്ങളെക്കുറിച്ചും അതിനുശേഷമുള്ള ചില പ്രതിപാദ്യങ്ങളാണ് ഇവിടെ. കെരീത്ത് തോട്ടിൽ ജീവിതകാലത്ത് യഹോവയായ ദൈവം ഏലിയാവിനെ സംരക്ഷിക്കുന്നുണ്ട്. സാരഭാത്തിലെ വിധവയുടെ അടുക്കലും ഏലിയാവിന് സംരക്ഷണം ലഭിക്കുക. എന്നാൽ അതിനുശേഷം കർമ്മേൽ പർവ്വതത്തിൽ യഹോവ സത്യദൈവമെന്ന് വിളിച്ചു പറയുവാൻ ദൈവം കൊടുത്ത ആ വലിയ അവസരം തീക്ഷ്ണബുദ്ധിയുള്ളവനായ ഏലിയാവ് ഇത് പ്രവർത്തിച്ചു കാണിക്കുക. അങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോൾ സത്യദൈവം ആരാണെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ബാൽദേവന്മാരെ മുഴുവനും തോൽപ്പിച്ചുകൊണ്ട് ഏലിയാവ് ആ 300 അവിടെയുണ്ടായിരുന്ന പ്രവാചകന്മാരെ മുഴുവനും ഇല്ലാതാക്കുകയാണ്. ഈ വിവരം ഇസ്രായേലിലെ രാജാവായ ആഹാബ് തൻ്റെ രാജ്ഞിയായ ഇസബേലിനോട് പറയുമ്പോൾ ഇസബേൽ ഒരു പ്രഖ്യാപനം നടത്തുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ തുടക്കം. 19-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്കുകളിൽ ആഹാബ് ഇസബേലിനോട് പറഞ്ഞപ്പോൾ അവളൊരു ദൂതനെ അയച്ചുകൊണ്ട് ഏലിയാവിനോട് പറയുകയാണ്, നീ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് കൊന്നുകളഞ്ഞ ദൂതന്മാർക്ക് പകരമായി ഞാൻ നിൻ്റെ ജീവനെ എടുത്തു കളയുമെന്ന്. ഇത് കേട്ടപ്പോൾ ഭയപ്പെട്ട് ഓടിയൊളിക്കുന്നതായ ഏലിയാവിനെയാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. അദ്ദേഹം ഓടി ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ സംസാരിച്ചു, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്താണ് കാര്യം? നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്, നിനക്ക് ഇനിയും പ്രവർത്തിക്കുവാനുണ്ട്. ഒരുപക്ഷെ ആ സന്ദർഭത്തിൽ ഏലിയാവ് ചിന്തിച്ചത്, ജീവിതത്തിൽ ഇക്കാലം അത്രയും ഞാൻ പ്രവർത്തിച്ചത് പ്രയോജനമില്ലാത്തതായി തീർന്നു എന്നും എന്നെക്കൊണ്ട് ദൈവസന്നിധിയിൽ പ്രയോജനമില്ലാത്തവനെന്നുള്ള ഒരവസ്ഥയിലേക്ക് ഏലിയാവ് മാറ്റപ്പെട്ടുവോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടി വരികയാണ്. എങ്കിലും ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുന്നതായ ഏലിയാവിനെ വീണ്ടും ദൂതൻ എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ്, നീ എഴുന്നേറ്റ് കഴിക്കുക, ക്ഷീണം മാറട്ടെ, നിനക്ക് വീണ്ടും യാത്ര ചെയ്യുവാനുണ്ട്. അങ്ങനെ ഏലിയാവ് ആ ലഭിച്ചതായ ആ കനലിലെ ചുട്ട അടയും വെള്ളവും കുടിച്ചുകൊണ്ട് 40 ദിവസം ഹൊറേബോളം യാത്ര ചെയ്തു എന്നാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. വീണ്ടും ഒരു ഗുഹയിൽ വന്ന് ഉറങ്ങുന്നതായ ഏലിയാവിനെയാണ് നാം വീണ്ടും പരിചയപ്പെടുന്നത്. താൻ പ്രവർത്തിക്കുവാനായി ദൈവം നിയോഗിച്ചതാണ്. എങ്കിലും വീണ്ടും ഉറങ്ങുന്നവനായ ഏലിയാവിനെ കാണുമ്പോൾ അവിടെ ദൂതൻ വന്ന് അവനെ പുറത്ത് വന്ന് നിൽക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഏലിയാവേ, നീ പുറത്ത് വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കുക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ യഹോവ കടന്നുപോയി. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറിക്കളഞ്ഞു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനം ഒരു മൃദുസ്വരം, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം? ഏലിയാവിൻ്റെ ചരിത്രത്തിലെ ദൈവവുമായുള്ള വലിയ ബന്ധം വീണ്ടും സ്ഥാപിക്കുവാൻ സംഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സംഭവത്തിലൂടെ നാം കാണേണ്ടത്. ഇക്കാലമത്രയും ഏലിയാവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങൾ ഇവിടെ മാറ്റിമറിയപ്പെടുകയാണ്.
ഇക്കാലം അത്രയും ഏലിയാവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദൈവസങ്കല്പം താൻ പറയുന്നതെല്ലാം തനിക്ക് ചെയ്തു തരുന്നു. കെരീത്ത് തോട്ടിൻ്റെ അനുഭവം ഏലിയാവിൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. കെരീത്ത് തോട്ടിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ദേശം മുഴുവനും ക്ഷാമം കൊണ്ട് നിറഞ്ഞപ്പോഴും ഏലിയാവിന് കെരീത്ത് തോട്ടിൽ വെള്ളം ലഭിക്കുന്നുണ്ട്, അവിടെ കാക്കയാൽ ഭക്ഷണം ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഏലിയാവ് തീർച്ചയായും ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണുന്നത് താൻ നല്ലവനാകിയാൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. എന്നാൽ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നതായി നാം വായിച്ചാൽ മനസ്സിലാകും. കുറേ ദിവസങ്ങൾക്ക് ശേഷം കെരീത്ത് തോട് വറ്റിപ്പോകുന്നതായിട്ടാണ്. ആ ഭാഗത്തെ ആത്മീകപരമായ ഒരു പക്ഷേ ഏലിയാവിന് കാണുവാൻ കഴിഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല. യഹോവയായ ദൈവം നാം ഒരു പ്രവാചകനെയോ നമ്മളെയോ എവിടെ ഏൽപ്പിക്കുന്നുവോ അവിടെ യഹോവ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഏലിയാവിന് ഉയരുവാൻ കഴിയാഞ്ഞപ്പോൾ കെരീത്ത് തോട് വറ്റിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ സംരക്ഷിക്കുന്നത് പോലെ തനിക്ക് ഒരു സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള ചുമതലാബോധമുണ്ട് എന്ന് ഏലിയാവിന് ചിലപ്പോൾ മനസ്സിലാകാതെ വന്നു എന്നുള്ളതാണ് സംശയം. ഞാനും നിങ്ങളും സംരക്ഷിക്കപ്പെടുമ്പോഴും എനിക്കും നിങ്ങൾക്കും ദൈവം എല്ലാ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകുമ്പോഴും ജീവിതകാലത്ത് നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നമുക്ക് സംരക്ഷണം നൽകുന്നത് അവരവർക്ക് വേണ്ടി നൽകുവാൻ കൂടിയാണ്. ഈ ചരിത്രബോധവും ഈ ആധ്യാത്മിക ബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ ചൊരിഞ്ഞിരിക്കുന്ന നന്മകളെ ചിലപ്പോഴൊക്കെ എടുത്തുകൊണ്ടുപോകും. പക്ഷേ ഏലിയാവ് അന്നങ്ങനെ ചിന്തിക്കുന്നില്ല. ഏലിയാവ് അന്ന് ചിന്തിച്ചിരുന്നത് എന്നെ മാത്രം സംരക്ഷിക്കുന്ന ഒരു ദൈവം, ഞാൻ വിശുദ്ധിയും ആധ്യാത്മികതയും ഉള്ളതുകൊണ്ട് എന്നെ മാത്രമാണ് യഹോവയായ ദൈവം സംരക്ഷിക്കുന്നത്. മറ്റുള്ളവരൊക്കെയും കുറവുള്ളവരാണ്, മറ്റുള്ളവരെല്ലാം പാപികളാണ്. അതുകൊണ്ടാണ് ഏലിയാവ് ഒരു സന്ദർഭത്തിൽ പറയുന്നത്, എല്ലാ പ്രവാചകന്മാരും നഷ്ടപ്പെട്ടു, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നൊക്കെ ഏലിയാവ് വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ വിശുദ്ധിയെക്കുറിച്ച് താൻ മാത്രം എപ്പോഴും പറയുവാൻ തയ്യാറെടുക്കുന്ന ഒരു ഏലിയാവിനെയാണ് കാണുന്നത്. നമ്മുടെയൊക്കെ ആധ്യാത്മിക ജീവിതത്തിലും ഒന്ന് ചിന്തിക്കേണ്ടതിരിക്കണം ഈ സന്ദർഭമാണ്. അത് മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ വഴി നടത്തുമ്പോൾ ആ വിശുദ്ധി നമുക്ക് മാത്രമാണ് അവകാശപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ കൂടിയുള്ളതാണ്. എന്നാൽ കെരീത്ത് തോട് വറ്റിക്കഴിഞ്ഞപ്പോൾ ഏലിയാവ് അവിടെ നിന്ന് ദൈവം പുതിയൊരു വഴി കാണിച്ചു കൊടുക്കുക. സാരഭാത്തിലെ വിധവയുടെ അടുക്കൽ. ഒരുപക്ഷെ ഏലിയാവ് നോക്കുമ്പോൾ തനിക്ക് പ്രയാസങ്ങളില്ലാതെ, തനിക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാതെ സാരഭാത്തിലെ വിധവയുടെ അടുക്കിലേക്കും ഏലിയാവിനെ ദൈവം കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്ന് വിധവയുടെ ആ കലത്തിലെ മാവ് കുറയാതെയും എണ്ണ ഇല്ലാതാവുകയും ചെയ്യാതെ ഏലിയാവിന് ഭക്ഷണം കൊടുത്തതോടുകൂടി ക്ഷാമകാലം മുഴുവനും തൃപ്തിപ്പെടുവാൻ സാരഭാത്തിലെ വിധവയിലൂടെ ഇടയാവുകയാണ്. ഇവിടെയൊക്കെ നാം നോക്കുമ്പോൾ ഏലിയാവിന് പറയുവാനുള്ള ദൈവം എന്താണെന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളുടെ ഒരു ദൈവമാണ്, എപ്പോഴും സമൃദ്ധികളുടെ ഒരു ദൈവമാണ്. അതുപോലെ തന്നെ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെയും ദൈവസന്നിധിയിലുള്ള ചില ചിന്തകളും ഇങ്ങനെയാണ്. താൻ വിശുദ്ധനാകയാൽ തന്നെ ദൈവം സംരക്ഷിക്കുന്നുവെന്നാണ് ഏലിയാവ് പറയുന്നത്. നമുക്കൊക്കെ ഈ ബോധ്യം ചിലപ്പോഴൊക്കെ ഉണ്ടാകാം. ഞാനാണ് വിശുദ്ധൻ, ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് ദൈവം എന്നെ കരുതുന്നു. ഒരുപക്ഷെ സഹോദരനെ നഷ്ടപ്പെടുമ്പോൾ, അവനുള്ളതൊക്കെയും ഇല്ലാതാകുമ്പോൾ അവൻ്റെ കുറവുകളെന്ന് പറഞ്ഞ് ഒരുപക്ഷെ സ്വയം നീതീകരിക്കുവാൻ ശ്രമിക്കുന്നവരാണ്. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച ആ പരീക്ഷനെയും ചുങ്കക്കാരനെയും പോലെ ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളിൽ പരീക്ഷനായിരിക്കുന്ന മനുഷ്യൻ ചിന്തിക്കുന്നത്, എൻ്റെ ആധ്യാത്മികതയും എൻ്റെ വിശുദ്ധിയൊക്കെ ദൈവം എപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നീതിമാനല്ല, ഞാനൊരു പാപിയാണ്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറയുക. ഈ ഒരു ബോധ്യമാണ് ആധ്യാത്മിക മനുഷ്യർക്ക് പ്രധാനമായി ഉണ്ടാകേണ്ടത്. ഉണ്ട്, ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന ഒരു സമൂഹവും മനസ്സിലാക്കേണ്ടത്, നമുക്കും പലപ്പോഴും ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും ആഡംബരങ്ങളും സമൃദ്ധികളൊക്കെ വർദ്ധിക്കുമ്പോൾ നാം അറിയാതെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ ദൈവം എനിക്കെല്ലാം അനുകൂലമായി നൽകുന്നു. മറ്റുള്ളവർ അത്രയും ദൈവവുമായി അടുപ്പമില്ലാത്തതുകൊണ്ട് അവർക്ക് സമാധാനങ്ങളും സന്തോഷങ്ങളും എനിക്ക് വാരി വിതറി ലഭിക്കുന്നത് പോലെ അവർക്കില്ല എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടയായേക്കാം. എന്നാൽ ഏലിയാവ് ഈ ഒരു സങ്കല്പത്തിലാണ് എന്നെയും നിങ്ങളെയും പോലും സഞ്ചരിക്കുന്നത്. ജീവിതകാലത്ത് ദൈവം ഏലിയാവിനെ സംരക്ഷിച്ചപ്പോൾ ഏലിയാവിൻ്റെ മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ
തൻ്റെ യോഗ്യതയാൽ സംഭവിക്കുന്നുവെന്നാണ് ഏലിയാവിൻ്റെ ചിത്രം. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിൽ കെരീത്ത് തോട്ടിലായിക്കൊള്ളട്ടെ, സാറഭാത്തിലെ വിധവയുടെ അടുക്കലായിക്കൊള്ളട്ടെ, എല്ലാത്തിലെയും ഏലിയാവ് കാണുവാൻ ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ തൻ്റെ യോഗ്യത കൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ യോഗ്യനായാൽ, യോഗ്യതയുള്ളവനാകയാൽ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഏലിയാവിൻ്റെ മനസ്സിലെ ഒരു അഹംഭാവമെന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. നമ്മളൊക്കെ ആത്മീക മനുഷ്യർ ഈ നിഗളത്തിലും അസൂയയിലും ആഡംബരത്തിലും ഒക്കെയാണ് വീണു പോകുന്നത്. എനിക്കും നിങ്ങൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. വിജയം കൊണ്ട് മാത്രം നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണമായും ദൈവവഴികളാകണമെന്നില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് മറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഏലിയാ പ്രവാചകൻ കെരീത്ത് തോട്ടിലും സാറഭാത്തിലെ വിധവയുടെ അടുക്കിൽ നിന്നൊക്കെയും സംരക്ഷിക്കപ്പെട്ട് വളരെ ശക്തനായ ഒരു പ്രവാചകനായി മുന്നോട്ട് പോകുമ്പോൾ ആഹാബ് രാജാവിൻ്റെ അടുക്കൽ പറയുന്നു, ബാലിൻ്റെ വിഗ്രഹങ്ങളെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു അനുഭവം ഒരു ബലിക്കായി വിളിച്ചു വരുത്തുകയാണ്. കർമ്മേൽ പർവ്വതത്തിൽ വിളിച്ചു വരുത്തുന്നു. അവിടെ വെച്ച് യഹോവ സത്യദൈവമെന്ന് ഏലിയാവ് പ്രഖ്യാപിക്കുക. ബലിയിൽ ഇറങ്ങി വന്നത് സത്യദൈവമായ യഹോവയുടെ കൃപയാകിയാൽ അവിടെ ഉണ്ടായിരുന്ന ബാൽദേവന്മാരുടെ ആ ബലികളിലൊന്നും സ്വീകരിച്ചില്ല. അവരുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കാത്തതായി കാണുകയാണ്. അവിടെ ഏലിയാവ് വിജയിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. വിജയം കൊണ്ട് മാത്രം നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണമായും ദൈവവഴികളാകണമെന്നില്ല. ഇത് നമ്മൾ ചിന്തിക്കുക. ജീവിതത്തിൽ എല്ലാ സമാധാനങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ കൃപകളും ലഭിക്കുമ്പോൾ നാം അറിയാതെ ചിന്തിക്കും, നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണമായും ദൈവം അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നാം അതിനപ്പുറത്തേക്ക് നോക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ ദൈവം അംഗീകരിക്കുന്നുവെന്ന് നാം സ്വയം അങ്ങ് ചിന്തിക്കുക മാത്രമാണ്. അതുകൊണ്ട് വിജയം കൊണ്ട് മാത്രം നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണമായും ദൈവവഴികളാകണമെന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏലിയാവ് പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടിയാണ്. അല്ല, ഏലിയാവിന് തിരിച്ചറിഞ്ഞ ഒരു അനുഭവം നാം ഈ വേദഭാഗത്തെ വായിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. സമൃദ്ധികളാണ് ദൈവമെന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ അത് മാറ്റപ്പെടണം. ഏലിയാവിൻ്റെ മനസ്സിലെ ഈ ചിന്തകളെ ഒന്ന് കൊണ്ടുവരികയാണ്. നാം വലിയ ശ്രേഷ്ഠ പ്രവാചകനെന്ന് ഏലിയാവിനെ കുറിച്ച് പറയുമ്പോഴും ഇങ്ങനെ ചില കാരണങ്ങൾ ഏലിയാവിൻ്റെ ജീവിതത്തിലുണ്ട്. സമൃദ്ധികളാണ് ദൈവമെന്ന് ഏലിയാവിന് തോന്നുന്നത് തനിക്ക് ഭക്ഷണത്തെക്കുറിച്ച് പ്രയാസം വരുന്നില്ല, അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ദൈവം വരുത്തുന്നില്ല. തനിക്ക് എല്ലാ സൗകര്യങ്ങളും ദൈവം ചൊരിഞ്ഞു കൊടുക്കുന്നു. അവന് കിടക്കുവാൻ കഴിവില്ലെങ്കിൽ, അതായത് സാറഭാത്തിൻ്റെ വിധവയുടെ അടുക്കൽ കൊടുക്കുകയാണ്. കെരീത്ത് തോട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവന് ഒരു പൂർണ്ണമായ ഒരു ഭവനത്തിൻ്റെ അന്തരീക്ഷമില്ലാത്തതാകയാൽ സാറഭാത്തിലെ വിധവയിൽ കൊണ്ടുചെന്ന് അവന് കിടന്നുറങ്ങുവാൻ അവസരം കൊടുക്കുന്നു. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകളില്ല, അവന് പാർക്കുവാൻ വിഷമങ്ങളില്ല. ഇങ്ങനെ ദൈവം കരുതുന്ന സമൃദ്ധി ഒരു ദൈവമാണെന്നാണ് നമ്മുടെയും ചിന്ത. ഈ ചിന്തയിൽ നിന്ന് മാറിയുള്ളൊരു ഭാഗമാണ് ഈ വേദഭാഗമെന്നറിയുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലെ വിശുദ്ധി കാണുവാനാണ് ഏലിയാവിനെ വിളിച്ചത്. ഈ ഒരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വഴികളിലെ വിശുദ്ധി കാണുവാനാണ് ദൈവം എന്നെയും നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, മറ്റൊന്നിനും വേണ്ടിയല്ല. ദൈവത്തിൻ്റെ വഴികളിൽ ഒരു വിശുദ്ധിയുണ്ട്. ഈ വിശുദ്ധി തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആത്മീക മനുഷ്യൻ പരാജയപ്പെടുന്നത് ദൈവത്തിൻ്റെ വഴികളിലെ വിശുദ്ധി അറിയാത്തതാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും താൻ മാത്രം ദൈവത്തിൻ്റെ പ്രവാചകനെന്ന് ചിന്തിക്കുക. ലോകത്തിലുള്ള എല്ലാ സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തിനൊരു പരിപാലനമുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒരു സമൂഹത്തിൽ ദൈവം പറയുന്ന പ്രവാചക ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ ആ സമൂഹത്തിൽ ലഭിച്ചേക്കാം. അതുകൊണ്ട് നാം മാത്രമാണ് ദൈവത്തിൻ്റെ പ്രവാചകരെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ മനസ്സുകളെ നോക്കുന്നവനാണ്, നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നവനാണ്, അദ്ദേഹം അതിന് വിലയിടുന്നവനാണ്. അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും താൻ മാത്രം ദൈവത്തിൻ്റെ പ്രവാചകനെന്ന് ചിന്തിക്കുക. അതുപോലെ അനേകരുണ്ടാകാം. ഇവിടെ ഏലിയാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏലിയാവിൻ്റെ ജീവിതത്തിൻ്റെ സംഭവങ്ങളെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. എന്നാൽ ഈ വേദഭാഗത്തിൻ്റെ യഥാർത്ഥ സന്ദർഭത്തിലേക്ക് ഞാനൊന്ന് വരികയാണ്. ആ സന്ദർഭം മറ്റൊന്നുമല്ല. 19-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കർമ്മേൽ പർവ്വതത്തിൽ ഒരു വലിയ സംഭവം നടത്തി ഏലിയാവ് വലിയ പ്രവാചകനെന്ന് തെളിയിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ ഇസബേൽ രാജ്ഞിയുടെ വാക്കുകൾ അനുസരിച്ച് ആഹാബിനെ കൊന്നുകളയുമെന്ന് ദൂതനാൽ അറിയിക്കുക.
ഇത് കേട്ടിട്ട് ഭയപ്പെട്ട് ഓടുകയാണ്. അങ്ങനെ ഓടിപ്പോകുന്ന ഏലിയാവ് ജീവിതകാലത്ത് ഇതുവരെയും എൻ്റെ ദൈവം എനിക്ക് ദുഃഖങ്ങൾ വരുത്താത്തവനാണ്, എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്താത്തവനാണ്. ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഈ ഇരുളടഞ്ഞ അവസ്ഥയിൽ എങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്ന് ഏലിയാവിന് അതിനുള്ള കഴിവ് ലഭിക്കുന്നില്ല. ഇരുളടഞ്ഞ അവസ്ഥകളിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഏലിയാവിന് പറയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഏലിയാവ് ദുഃഖിതനായി ഗുഹയുടെ ഉള്ളിൽ കിടക്കുന്നതും ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുവാൻ ശ്രമിക്കുന്നതും. ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല എന്ന് ഏലിയാവ് പറയുന്ന വാക്കുകൾ കേട്ടാൽ ദൈവത്തോട് പറയുകയാണ്, ഇത്രയും വിശുദ്ധനായ എന്നെ എൻ്റെ പിതാക്കന്മാരെക്കാൾ മോശമായി എന്തുകൊണ്ടാണ് അവിടുന്ന് കാണുന്നതെന്ന് കൂടിയാണ് ദൈവത്തോട് ചോദിക്കുന്നത്. യഹോവയുടെ മുമ്പിലെ ചോദ്യം ഇതാ, ഞാനൊരു പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല എന്ന് ഏലിയാവ് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമാണുള്ളത്. അവിടെ മറ്റൊരർത്ഥമെന്ന് പറയുന്നത്, എൻ്റെ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠമായി ഞാൻ ജീവിച്ചുവെന്ന് ഏലിയാവിന് തോന്നിയിട്ട് ദൈവം തൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുത്തുക. ഇസബേൽ രാജ്ഞിയുടെ വാൾ വരുന്നു, തന്നെ കൊല്ലുവാൻ പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഏലിയാവ് ഭയപ്പെടുകയാണ്. ഇക്കാലം അത്രയും അത്ഭുതങ്ങളുടെ ഒരു ദൈവത്തെ കണ്ടു. പക്ഷേ യഹോവയായ ദൈവം പഠിപ്പിക്കുന്നു, അത്ഭുതങ്ങളുടെ മാത്രം ദൈവമല്ല, വേദനകളിലൂടെ തിരിച്ചറിയുന്ന ഒരു ദൈവത്തെയാണ് നീ മനസ്സിലാക്കേണ്ടതെന്ന് പഠിപ്പിക്കുവാനുള്ള ഒരു ദൈവത്തിൻ്റെ ശ്രമമായിട്ടാണ് ഈ വേദഭാഗത്തെ നമ്മൾ മാറ്റി വായിക്കേണ്ടത്. അവിടെയാണ് എപ്പോഴും പ്രവാചകൻ ദുഃഖമില്ലാത്തവനല്ല. യഹോവയായ യേശുക്രിസ്തു തന്നെ പ്രഖ്യാപിക്കുക, ഇങ്ങനെയാണ് ഒരുവൻ എന്നെ അനുഗമിക്കുന്നെങ്കിൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ടാകണേ. അതുകൊണ്ട് പ്രവാചകനായ ഏലിയാവ് ഒരു ക്രൂശിൻ്റെ അനുഭവത്തെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല. സമൃദ്ധികളെക്കുറിച്ച് മാത്രമാണ് ഏലിയാവ് ചിന്തിക്കുവാനായി ഇവിടെ ശ്രമിക്കുന്നത്. അവിടെയാണ് യഹോവയായ ദൈവം ഒരു പുതിയ ഉൾക്കാഴ്ച കൊടുക്കുന്നത്. ഇസബേലിലൂടെ ഒരു വാൾ വരുന്നത് കേട്ടപ്പോൾ ഏലിയാവ് ഭയപ്പെട്ട് ഓടുകയാണ്. ചൂരച്ചെടിയുടെ തണലിലും ഗുഹാമുഖത്തുമൊക്കെ കിടക്കുകയാണ്. പക്ഷേ ഏലിയാവിനൊരു ഭക്ഷണം കൊടുത്തു. ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഒരു സന്ദർഭം ഇതാ, ഏലിയാവിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു. ഇക്കാലം അത്രയും എല്ലാ നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന യഹോവയായ ദൈവം ഒരു നേരത്തെ ഭക്ഷണം ഏലിയാവിന് കൊടുത്തിട്ട് പറയുകയാണ്, അതിൻ്റെ ബലം കൊണ്ട് 40 ദിവസം നടക്കാമെന്ന്. അതിവിടെ വേദപുസ്തകം പറയുന്നത്, ആ ദൈവം കൊടുത്ത ആ തുരുത്തിയിലെ വെള്ളവും ആ കനലിന്മേൽ വെച്ച് അടിയും കൊണ്ട് ആദ്യ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവ് നടന്നത് 40 ദിവസത്തോളം ഹൊറേബോളമാണ്. അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പിതാക്കന്മാരുടെ ഒരു ദർശനം കൂടിയാണ്. ദൈവത്തിൻ്റെ കൃപ ആവോളം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമായിട്ടാണ് ഈ ഒരു ഭാഗത്തെ നമ്മൾ വായിക്കേണ്ടത്. ഇങ്ങനെ ആ അപ്പവും വെള്ളവും കുടിച്ച് സന്തോഷവാനായ ഏലിയാവ് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഏലിയാവിനൊരു പുതിയൊരു അറിവ് ലഭിക്കുക. ആ ലഭിച്ച അറിവാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. എല്ലാ ദിവസവും ഭക്ഷണം തരുന്ന ഒരു ദൈവത്തെയാണ് ഏലിയാവ് കണ്ടതെങ്കിൽ ഇന്ന് ഏലിയാവിനെ ബോധ്യപ്പെടുന്നു, ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം നടക്കുവാൻ ദൈവം അനുവദിക്കുന്നതാണ് ദൈവത്തെക്കുറിച്ചുള്ള പുതിയ ദർശനം എന്ന് പറയുന്നത്. ഏലിയാവ് പഠിക്കുന്ന ഒരു പുതിയ ദർശനം ഇതാ, ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം നടക്കാമെന്നുള്ള ഒരു അറിവിലേക്ക് ഏലിയാവ് പോയി. അവിടെയാണ് ഏലിയാവിൻ്റെ ദൈവത്തിൻ്റെ ചിത്രം മാറുന്നത്. ഇന്നലെ വരെ കെരീത്ത് തോട്ടിൽ ഭക്ഷണം ലഭിക്കുന്നു, സാറഭാത്തിലെ വിധവയിൽ നിന്ന് ഭക്ഷണം ലഭിക്കുന്നു, ഒരിക്കൽ പോലും പ്രശ്നങ്ങൾ ഏലിയാവിൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ ഇന്നേ ദിവസം പുതിയൊരു അറിവാണ് ഏലിയാവിന് ലഭിക്കുന്നത്. ആ ഏലിയാവിന് ലഭിച്ച അറിവ് ഇതാണ്, അത് മറ്റൊന്നുമല്ല, ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം നടക്കാമെന്നുള്ള പുതിയൊരു അറിവിലേക്ക് ഏലിയാവ് മാറിപ്പോവുകയാണ്. അവിടെയാണ് ഏലിയാവിൻ്റെ ദൈവിക ചിന്ത ഒന്ന് മാറി വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് ചിന്തിക്കുകയാണ്. അതുപോലെ ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിലെ ദൈവ പദ്ധതികൾ തിരിച്ചറിയുന്നു. ഇതാണ് ഏലിയാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏലിയാവിൻ്റെ ജീവിതത്തെ ആകമാനം നാം നോക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിൽ ചില ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട് എന്നതുകൂടി നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. ആ ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടിയാണ് സമൃദ്ധിയിലൂടെ പോയ ഏലിയാവിന് ദുഃഖങ്ങളിലൂടെ പോയിട്ട് ദൈവം എന്ത് എന്ന ഒരു അറിവ് കൊടുക്കുന്നത്. തന്നെ മാത്രം കരുതുന്ന ദൈവമെന്നും നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ നാം മാത്രമായി അനുഭവിക്കുവാൻ ഉള്ളതല്ല എന്നൊരു അറിവ് കൂടി ഏലിയാവിന് ഇവിടെ ലഭിക്കുക. ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം നടന്നപ്പോഴാണ് ഏലിയാവിന് മനസ്സിലാകുന്നത് ഇന്നലകളിലെ സാറഭാത്തിലെ വിധവയുടെ അനുഭവവും കെരീത്ത് തോട്ടിലെ അനുഭവവും
കെരീത്ത് തോട്ടിൽ തനിക്ക് വെള്ളം ലഭിച്ചപ്പോൾ ഇത് അപരന് കൂടി കൊടുക്കേണ്ടതായിരുന്നു. ആ സമൃദ്ധി ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ തൻ്റെ ദാനമായി യഹോവ തന്നെ രക്ഷിക്കുന്നത് പോലെ ഒരു സമൂഹത്തെ രക്ഷിക്കുവാനുള്ള ചുമതലാബോധം തനിക്കുണ്ട് എന്ന് ഏലിയാവിനോട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ മാത്രം കരുതുന്നുവെന്ന് ചിന്തിച്ചതിൽ നിന്ന് ഇപ്പോൾ ഏലിയാവിന് മനസ്സിലാവുകയാണ്, അന്ന് കെരീത്ത് തോട് ദൈവം വറ്റിച്ചതിൻ്റെ കാരണം എൻ്റെ കയ്യിലുള്ളൊരു കുറവാണ്. ആ കുറവിനെ ഒന്ന് ബോധ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ കെരീത്ത് തോട് വറ്റിച്ചു പോകുന്നതിനൊരു കാരണമുണ്ട്. ആദ്യം യഹോവയായ ദൈവത്തോട് ഏലിയാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥന നന്നായി പ്രാർത്ഥിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ഇരിക്കുമ്പോൾ ദൈവം തന്നെ ഒരു സന്തോഷത്തിന് വേണ്ടിയും അവൻ്റെ ബുദ്ധിമുട്ട് മാറുവാൻ വേണ്ടിയും കാക്കയാൽ ഭക്ഷണം കൊടുക്കുക. പിന്നീട് പ്രാർത്ഥനയുടെ ഇടയ്ക്കൊക്കെ ഏലിയാവ് ഓർക്കുന്നത് കാക്ക വരുമോന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥന കൊണ്ട് ആരംഭിച്ച ഏലിയാവ് പിന്നീട് ദൈവം ഭക്ഷണം കൊടുത്തതോടുകൂടി എല്ലാ ദിവസവും തനിക്ക് ഭക്ഷണവുമായി കാക്ക എപ്പോൾ വരുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ആധ്യാത്മികത നഷ്ടപ്പെടുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുക്കുമ്പോൾ ഓരോ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ അടുത്ത വർഷവും അതേ സമ്മാനത്തിന് വേണ്ടിയാണ്. ഏലിയാവിൻ്റെ ജീവിതം അതുപോലെയാണ്. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, പ്രാർത്ഥനയേക്കാൾ കൂടുതൽ കാക്കയാൽ ലഭിക്കുന്ന ഭക്ഷണത്തെ ഓർത്തുകൊണ്ടാണ് ഏലിയാവ് ഇരിക്കുന്നത്. അവിടെയാണ് കെരീത്ത് തോട് വറ്റിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. സാരഭാത്തിലെ വിധവയുടെ അനുഭവത്തിലും അത് തന്നെ. ഒരവർക്ക് വേണ്ടി ചിന്തിക്കുവാനുള്ള കഴിവ് ഏലിയാവിന് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് സമൃദ്ധികൾ ദൈവപദ്ധതികളെ മറക്കുവാൻ ഇടയാക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായും അനുഭവിച്ചില്ലെങ്കിൽ നാം പ്രതിസന്ധികളിൽ തളരും. നാം കാണുന്ന ഒരു ഭാഗം മാത്രമല്ല ദൈവത്തിനുള്ളത്. ദൈവത്തിൻ്റെ ഭാവമെന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് മാത്രമാണ് ഞാനും നിങ്ങളും കാണുവാൻ ശ്രമിക്കുന്നത്. അത് തെറ്റാണ്. ദൈവത്തിന് വിവിധങ്ങളായ ഭാവങ്ങളുണ്ട്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം സമൃദ്ധി മാത്രമാണ് ദൈവമെന്ന് നാം ചിന്തിച്ചു തുടങ്ങിയാൽ ദൈവം പറയുന്ന ഏലിയാവേ അത് മാത്രമല്ല ദൈവം. അതുകൊണ്ടാണ് ഒരു ചെറിയ യാത്ര നടത്തി ഏലിയാവിനെ ബോധ്യപ്പെടുത്തുന്നത്, ദൈവം എപ്പോഴും സമൃദ്ധിയുടെ മാത്രമല്ല, ദുഃഖത്തിൻ്റെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളിലും ദൈവം കരുതുന്നതിനെ ഒന്നൊരു ബോധ്യപ്പെടുത്തലാണ്. അതുകൊണ്ട് വലിയൊരു അറിവാണ് ഏലിയാവിന് ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. ആ അറിവിതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിജ്ഞാനമാണ്. തളർച്ചകളിൽ, ഇല്ലായ്മകളിൽ ആ ദൈവത്തിൻ്റെ ആത്മീക അനുഭവം നമ്മളോടുകൂടി നമ്മളെ ബലപ്പെടുത്തുന്നു എന്നുള്ളൊരറിവാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവിതകാലത്ത് പ്രയാസം അനുഭവിച്ച് ദൈവസന്നിധിയിൽ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗലോസിനോട് കർത്താവ് പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ളതാണ്. അതുകൊണ്ട് വേദനകളില്ലാത്ത മനുഷ്യരെയല്ല നമ്മൾ വിശുദ്ധരെന്ന് വിളിക്കുന്നത്. വേദനകളിലൂടെ കടന്നുപോയി ദൈവത്തെ നിന്ദിക്കാത്തവരെയാണ് നാം വിശുദ്ധരെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പരിമല തിരുമേനിയെ പോലെയോ നാം കാണുന്ന യോബിനെ പോലുള്ള വിശുദ്ധരെയൊക്കെ നാം കാണുന്നത് അവർക്ക് ഒരിക്കലും രോഗമില്ലാത്തവരോ ദുഃഖമില്ലാത്തവരോ പ്രയാസങ്ങളില്ലാത്തവരോ അല്ല. ഇതെല്ലാം നിറഞ്ഞവരായിരുന്നു അവർ. പക്ഷേ അവർ ദൈവത്തെ ഉപേക്ഷിച്ചില്ല, തള്ളിക്കളഞ്ഞില്ല എന്നുള്ളതാണ് നമ്മളെ ബോധ്യപ്പെടുന്നത്. ഇതുകൊണ്ടാണ് ഏലിയാവിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഏലിയാവിൻ്റെ ഇന്നലകളിലെ ദൈവസങ്കല്പം എപ്പോഴും സമൃദ്ധി മാത്രമാണെങ്കിൽ ഇന്ന് ഏലിയാവിന് പുതിയൊരു അറിവ് ലഭിച്ചു. ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം ഹൊറേബോളം നടക്കുവാൻ ദൈവം കൃപ ചൊരിഞ്ഞപ്പോൾ ഏലിയാവിന് മനസ്സിലായി ദൈവത്തിന് ചില വ്യത്യാസങ്ങളുണ്ട്. അവിടെയാണ് ഏലിയാവിനോട് പറയുന്നത്, നീ പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിൽക്കാൻ പറയുക. അവിടെ നിന്നപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി, വലിയൊരു തീയുണ്ടായി, വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. ഈ ഒരു അറിവ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏലിയാവ് ഇന്നലകളിലെ ഒരു ദൈവത്തെയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ ആ ഭൂകമ്പത്തിൽ ദൈവത്തെ കണ്ടേനെ, ആ തീയിൽ യഹോവയെ കണ്ടേനെ, ആ കൊടുങ്കാറ്റിൽ യഹോവയെ കണ്ടേനെ. പക്ഷേ ഇവിടെ ഏലിയാവ് കെരീത്ത് തോടിൻ്റെ ഓർമ്മയോ സാരഭാത്തിലെ വിധവയുടെ ഓർമ്മയോ കർമ്മേൽ പർവ്വതത്തിൽ ഇറങ്ങിയ തീയെക്കുറിച്ചുള്ള ഓർമ്മയോ ആണ് ഏലിയാവിൻ്റെ മനസ്സിലെങ്കിൽ, ഏലിയാവ് ഗുഹാമുഖത്ത് പുറത്തു വന്നു നിന്ന് ഏലിയാവ് അവിടെ പർവ്വതങ്ങളെ കീറിയ ആ വലിയ കൊടുങ്കാറ്റിൽ, ആ വലിയ ഭൂകമ്പത്തിൽ, ആ വലിയ തീയിൽ യഹോവയെ ദർശിച്ചേനെ. പക്ഷേ ഏലിയാവിനൊരു പുതിയ അറിവ് ലഭിച്ചു. യഹോവയായ ദൈവം സമൃദ്ധികളുടെ മാത്രമല്ല, ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലൂടെ കൊണ്ടുപോകുന്നവനാണ് യഹോവയെന്നുള്ള അറിവ് ഏലിയാവിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഏലിയാവ് പറഞ്ഞു, ഇതിനകത്തൊന്നും ഞാൻ യഹോവയെ കാണുന്നില്ല. ഇന്നലകളിലാണെങ്കിൽ ഏലിയാവ് കണ്ടിരുന്നത്
ഭൂകമ്പത്തിലും തീയിലും അഗ്നിയിലും ഒക്കെയാണ്. ഇന്ന് ഇവിടെ ഏലിയാവ് കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരനുഭവമാണ്. ഇന്ന് ഏലിയാവ് കാണുന്നത് മറ്റൊന്നാണ്. ഇന്ന് ഏലിയാവ് കാണുന്നത് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം നടന്നപ്പോൾ ഏലിയാവിന് മനസ്സിലായി, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാ, എൻ്റെ ദൈവം എത്ര വലിയവനാണ്. ഈ വലിയൊരു അറിവിലേക്ക് ഏലിയാവ് മാറുകയാണ്. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, ഈ ഭൂകമ്പത്തിൽ യഹോവയില്ല, ഈ തീയിൽ യഹോവയില്ല, ഈ കൊടുങ്കാറ്റിൽ യഹോവയില്ല. അതിനുശേഷം ഒരു സാവധാനം ഒരു ചെറിയ കാറ്റടിച്ചു. അതിൽ യഹോവയായ ദൈവത്തെ ഏലിയാവ് ദർശിക്കുക. യഹോവയായ ദൈവത്തെ ഏലിയാവ് ദർശിക്കുന്നത് ആ ചെറിയ കാറ്റിലാണ്. ആ മൃദുസ്വരം വന്നു, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? അതുകൊണ്ട് ദൈവത്തിൻ്റെ സംഭാഷണം ഏലിയാവിന് ലഭിക്കുന്നത് ഒരു പുതിയ അറിവാണ്. ഇന്നലകളിൽ സമൃദ്ധികളിലും അത്ഭുതങ്ങളിലും താൻ മാത്രം നല്ലവനെന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്ന് ഒരു പുതിയ അറിവിലേക്ക് വരികയാണ്. എല്ലാത്തിനെയും വിജയിച്ചവൻ ഇസബേലിൻ്റെ വാളിൻ്റെ മുമ്പിൽ തളർന്നുവെങ്കിലും ദൈവം തന്നോടുകൂടി പ്രവർത്തിക്കുമെന്ന ചിന്ത, ഒരു പുതിയ അറിവാണ് ഏലിയാവിന് നൽകുന്നത്. അവിടെ ഏലിയാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇപ്പോൾ മതി കർത്താവ്, എൻ്റെ പ്രാണനെ എടുക്കണേ എന്നൊക്കെ നേരത്തെ. ഇപ്പോൾ ഏലിയാവിന് മനസ്സിലായി ദൈവത്തിൻ്റെ വലിയ കൃപകളെക്കുറിച്ച്. വിജയങ്ങളിലെ സന്തോഷങ്ങൾക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ കഴിവില്ല എന്ന് ഏലിയാവ് ഇവിടെ നമ്മളോട് പറയുകയാണ്. ഇവിടെ ഏലിയാവിന് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ലാത്തൊരവസരം വരികയാണ്. ജീവിതം ക്രമപ്പെടുത്താതെ ബാഹ്യമായ ഭക്തിയും വിശുദ്ധിയിലൂടെ ദൈവത്തെ കാണുക അസാധ്യമാണെന്നുള്ള അറിവ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി താൻ പ്രവർത്തിച്ചു, തനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചില്ല എന്നൊക്കെ ചൂരച്ചെടിയുടെ തണലിൽ ഓർത്തെങ്കിലും ഈ ഗുഹാമുഖത്ത് വെച്ച് പുതിയൊരു അറിവ് ലഭിക്കുകയാണ്. ഉപവസിക്കാത്ത ഏലിയാവ് ഇവിടെ ഉപവസിക്കുന്നവനായിരുന്നു. തൻ്റെ ആവശ്യങ്ങൾ ഉള്ളതായി പറയുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നവയ്ക്ക് വിശപ്പ് മാറ്റുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തിന് മാത്രമേ പൂർണ്ണമായി വിശപ്പ് മാറ്റാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഏലിയാ പ്രവാചകൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പുതിയ അറിവാണ്. ആ അറിവ് മറ്റൊന്നുമല്ല, ദൈവത്തെക്കുറിച്ച് സമൃദ്ധികളുടെ ഒരു ദൈവമെന്നല്ല, വേദനകളിലും ദുഃഖങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. അവിടെയും നമ്മളെ കരുതുന്നവനാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം ഏലിയാവ് നടന്നപ്പോൾ ഏലിയാവിന് മനസ്സിലായി, എന്നും ഭക്ഷണം നൽകുന്നവനല്ല ദൈവം, അതിനേക്കാൾ വലുതാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് 40 ദിവസം നടക്കുവാനുള്ള കഴിവ് ഒരു ശരീരത്തിൽ നൽകുന്ന ദൈവമാണ് ഏറ്റവും പ്രബലമായ ദൈവം. നമ്മുടെ മനസ്സിലെയും ദൈവസങ്കല്പങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകാം. ദുഃഖങ്ങളും വേദനകളും ആകുലതകളും അതിലൂടെയും ദൈവസംരക്ഷണം അനുഭവിക്കുന്നതായി തിരിച്ചറിയുന്ന ഒരു ആധ്യാത്മികതയിലേക്ക് നമുക്ക് വളരാം. അതിന് പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ.